ചിലത് അങ്ങനെയാണ്. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാനാവില്ല കേട്ടോ എന്താ ലഭിക്കുന്നത് എന്നൊന്നും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു സന്തോഷം ലഭിച്ചെന്ന് വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസയോ അതുമല്ലെങ്കിൽ നല്ല ചില കൂട്ടുകാരെയോ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് പലതും വന്നു ചേരും. ഇതേ സമയം എല്ലാത്തിനും ഒരു മറുവശം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ തേടി നമ്മൾ ഏറ്റവും വിഷമകരമായ ചില അവസ്ഥകളിലൂടെയും കടന്നു പോകാം കേട്ടോ. നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകളോ അതും അല്ലെങ്കിൽ നമുക്ക് പല നഷ്ടങ്ങളോ മാനസികമായിട്ടും ശാരീരികമായിട്ടോ അങ്ങനെ സന്തോഷവും ദുഃഖവും ഒക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നോക്കി ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മുന്നേറാൻ പറ്റില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് ഈ ഏറ്റക്കുറച്ചിലുകളുടെ ഒരു എന്താ പറയുക ഒരു വലിയൊരു സമസ്യയാണ്, ഒരു വലിയൊരു കൊടുമുടിയാണ്. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ എന്താ പറയുക എനിക്ക് സങ്കടം വന്നല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഓർക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അയ്യോ എനിക്ക് സന്തോഷം വന്നല്ലോ എന്നതിനെക്കുറിച്ചും അതേപോലെ ഓർത്ത് സമയം തള്ളി നീക്കണം. അപ്പോൾ ജീവിതം എല്ലാവർക്കും മുമ്പിലും ഒരേപോലെ തന്നെയാണ് കേട്ടോ. അത് എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും ഓരോരുത്തർക്കും അവനവൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള പോരാളി അല്ലേ. നിങ്ങളുടെ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ എടുത്ത് നോക്കൂ. അവരെത്ര വലിയ വലിയ ദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷെ അവർ കൂളായിരുന്നു, അവർ സന്തോഷവാനായിരുന്നു. നിങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതോ ഒരു കാര്യത്തിൽ അവർ സന്തോഷിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള മൊമെൻറ്റുകൾ കണ്ടെത്തുക അല്ലെങ്കിൽ അത് ഉണ്ടാക്കുക. അത്രയേ ഉള്ളൂ. ജീവിതം വളരെ സിമ്പിളാക്കുക.